ഇതുവരെ നമുക്ക് തന്നിരുന്ന പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞാൽ നെറ്റ്വർക്ക് വരച്ചിട്ട് ചെയ്തതാണ് നേരത്തെ 2 പ്രോബ്ലം ചെയ്തത്. നെറ്റ്വർക്ക് വരക്കാതെ തന്നെ ജനറലി ഒരു പ്രോബ്ലം ചെയ്ത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ തരുന്ന പ്രോബ്ലത്തിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതായത് ഒരു ഒപ്റ്റിമൽ പ്രോബ്ലം തരുന്നത് ഒപ്റ്റിമൈസ് ചെയ്യാൻ, അതായത് മാക്സിമൈസോ മിനിമൈസോ ചെയ്യാൻ. അപ്പം ഒരു പ്രോബ്ലം ഇങ്ങനെയാണ് തന്നെങ്കിൽ, അതായത് പ്രോബ്ലം ഈസ് ഫോർമുലേറ്റഡ് ലൈക്ക് ദിസ്: optimize f is equal to f1y1 plus f2y2 plus etc fn yn. അതായത് മാക്സിമൈസ് ഈ സാധനത്തിന് മാക്സിമൈസോ അല്ലെങ്കിൽ മിനിമൈസോ, അതാണ് ഒപ്റ്റിമൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിനെ മാക്സിമൈസോ മിനിമൈസോ ചെയ്യാം. അപ്പൊ f1y1 അപ്പോൾ തന്നിരിക്കുന്ന എന്തേനി പോളിനോമിയൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന് എന്തുണ്ടായിരിക്കണം? y1ന്റെ കാറ്റഗറിയിൽ y1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, f2 y2 മാത്രമേ ഉണ്ടാകാൻ പറ്റുള്ളൂ. fn അതായത് y1 into y2 അല്ലെങ്കിൽ y1 into y3 അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഈ വേരിയബിൾസ് ഉണ്ടാവാൻ പറ്റില്ല. പിന്നെ കൺസ്ട്രെയിൻ ആയിട്ട് ഒറ്റ സിംഗിൾ കൺസ്ട്രെയിൻ ഉണ്ടാവാൻ പറ്റുള്ളൂ: a1 y1 plus a2 y2 എക്സെട്ര an yn ഗ്രേറ്റർ ആർ ഈക്വൽ ടു ലെസ് ആർ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ബി ആയിരിക്കണം. പിന്നെ ഈ എ ഐകളൊക്കെ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ബിയും എന്തായിരിക്കണം? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കൂടാതെ ഈ വൈ ഐകളൊക്കെ എന്തായിരിക്കണം? ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഈ 4 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു പ്രോബ്ലം നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് അത്? ഒപ്റ്റിമൈസ് എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് പോളിനോമിയല്, അതില് f1y1 plus f2y2 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് f1y1 plus f2y2 plus fn yn, അതായത് ഫംഗ്ഷൻ ഓഫ് ജസ്റ്റ് y1 ജസ്റ്റ് y2 ആൻഡ് ജസ്റ്റ് yn. പിന്നെ അതിനുള്ള നമ്മൾ കൊടുക്കുന്ന കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ആള് സച്ച് ദാറ്റ് a1 y1 plus a2 y2 എക്സെട്ര an yn എന്നുള്ള ആള് ഗ്രേറ്റർ ഈക്വൽ ടു ലെസ് ഈക്വൽ ടു ഓർ ഈക്വൽ ടു ബി ആയിരിക്കണം. അതിലെ എ ഐകളും ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എ ഐകളും ബികളും എന്തായിരിക്കണം? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. കൂടാതെ ഈ വൈ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ഇൻഡിറ്റർമിനേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഡിസിഷൻ വേരിയബിൾസ് ആണ് വിളിക്കല്. അതായത് നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഡിസിഷൻ വേരിയബിൾ ഉണ്ടാവും, സ്റ്റേറ്റ് വേരിയബിൾ, ഡൈനാമിക് പ്രോബ്ലം. അപ്പം തന്നിരിക്കുന്ന പ്രോബ്ലത്തിലുള്ള ആൾക്കാർ ഡിസിഷൻ വേരിയബിൾ ആണ്. അതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് സംഭവം, ഏത് പാത്രം ചൂസ് ചെയ്യുന്ന ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഡിസിഷൻ വേരിയബിൾ. അപ്പൊ അതാണ് നമ്മൾ ഡിസിഷൻ വേരിയബിൾ. അപ്പൊ വൈ ഐസ് എന്ന ഡിസിഷൻ വേരിയബിൾ എന്തായിരിക്കണം? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിൽ നമുക്ക് ഡിസിഷൻ വേരിയബിൾ കിട്ടിയാൽ പിന്നെ സ്റ്റേറ്റ് വേരിയബിൾ എന്താണെന്നുള്ള കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? xn is equal to a1. ഇവിടെ n വേരിയബിൾസ് ആണ് ഉള്ളത്. അപ്പോൾ xn നമ്മൾ ഡിഫൈൻ ചെയ്യുക a1 y1 plus a2 y2 എക്സെട്ര an yn ആണ്. ഇവിടെയുള്ള അതേപോലെ തന്നെ എഴുതുക. മുകളിലുള്ള സച്ചതാർ കൺസ്ട്രെയിനിൽ എന്താണോ അത് എഴുതുക. xn minus 1 will be equal to a1 y1 plus a2 y2 എക്സെട്ര an minus 1 yn minus 1. അപ്പൊ xn ആകുമ്പോൾ n വേരിയബിൾസ് വരും, n minus 1 ആകുമ്പോൾ എത്ര വേരിയബിൾസ് വരും? n minus 1 വരെയുള്ള എഴുതുക. അപ്പൊ xn എന്നുള്ള സാധനം എന്താണ്? a1 y1 plus a2 y2 എക്സെട്ര. xn എന്നുള്ളത് a1 y1 plus a2 y2 plus etc a n minus 1 a an yn ആണ്. an yn ആണ്. അതായത് a1 y1 plus a2 y2 plus etc an minus 1 yn minus 1 plus an yn. ഒന്നുമില്ല, എല്ലാ ടേംസും എഴുതിയതാണ്. അപ്പൊ തൊട്ടപ്പുറത്തുള്ള ടേം എന്താണ്? an minus 1 yn. xn minus 1 എന്താണ്? a1 y1 plus a2 y2 എക്സെട്ര an minus yn minus 1 വരെ മാത്രമേ ഉള്ളൂ. അപ്പം ഇയാൾ എന്താണ്? ഇയാൾ നമ്മളെ xn minus 1 ആണ്. അപ്പൊ എനിക്ക് xn minus 1 എങ്ങനെ എഴുതാം? xn minus 1 equal to xn minus an yn എഴുതാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിമിലർലി നമുക്ക് എല്ലാ തൊട്ട് xn minus 2 നമുക്ക് എങ്ങനെ എഴുതാം? xn minus 1 minus an minus 1 yn minus 1 എഴുതാം. അതേപോലെ തന്നെ x2 നമുക്ക് a1 y1 plus a2 y2 എന്നാണ് എഴുതല്. which will be equal to x3 minus a3 y3 എന്ന് എഴുതാം. അത് t2 of x3 y3 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനിൽ x3യും y3യും ഉള്ള ഒരു ഫംഗ്ഷൻ എന്നുള്ള കാര്യം മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. x3 എന്തായിരിക്കും? x3 will be equal to a1 y1 plus a2 y2 plus a3 y3. മൂന്ന് ടേംസ് ചെയ്താൽ അപ്പൊ x2 എന്താണ്? a1 y1 plus a2 y2 ആണ്. അപ്പൊ ഈ ഭാഗമാണ്
അപ്പം ഇതാണ് എന്ത് x2. സോ ഇംപ്ലൈസ് x2 is equal to ഈ a3 y3 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താവും x3 മൈനസ് a3 y3. ഇതാണ് ഇവിടെ വന്നത്. ഓക്കെ അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാണ്. അപ്പൊ നമുക്ക് xn അങ്ങനെ തന്നെ എഴുതാം. xn-1 എന്നുള്ളത് എന്തായിരിക്കും xnന്റെ രൂപത്തിൽ എഴുതാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനെയും x1നെ നമുക്ക് എന്തായിരിക്കും x2ന്റെ രൂപത്തിലേക്ക് എഴുതാം. തൊട്ട് മുമ്പ് താഴെ രൂപത്തിലേക്ക് താഴെയുള്ള സ്റ്റേറ്റ് വേരിയബിൾ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം x1 എടുക്കുക, എന്നിട്ട് അതിന്റെ ഒപ്റ്റിമൈസേഷൻ കാണാം. ഒപ്റ്റിമൈസേഷൻ എന്ന് കാണാൻ വെച്ചാൽ f1 x1 ആണ്. f1 x1 ഈക്വൽ ടു ഒപ്റ്റിമൈസ്. എന്താണ് ഒപ്റ്റിമൈസ്? മാക്സിമൈസ് ഓർ മിനിമൈസ്. f1 y1നെയാണ് നമ്മൾ മിനിമൈസ് ചെയ്യുന്നത്. f1 ഓഫ് y1 നെയാണ് നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുക. വിച്ച് വിൽ ബി ഈക്വൽ ടു x1 ആണ്. x1 ഈക്വൽ ടു a1 y1 ആണ്. സോ y1 is equal to x1 by a1 ആണ്. അങ്ങനെ ചെയ്ത് അങ്ങോട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും എന്താ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് കേസിലെ പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പം ഇവിടെ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കണ്ടിന്യൂസ് കേസും പിന്നെ ഡിസ്ക്രീറ്റ് കേസും സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഒപ്റ്റിമൈസേഷൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്ത് എങ്ങനെയാണ് കാണിക്കാൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നേരത്തെ കൊടുത്തതിൽ ഇവിടെ തന്നതിൽ ഒപ്റ്റിമൈസ് f1 y1 പ്ലസ് f2 y2 പ്ലസ് എക്സെട്ര fn yn വിത്ത് കൺസ്റ്റന്റ് ഇങ്ങനെ കൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ f1 y1 ഇങ്ങനെയും ഈ ഒരു രീതിയിൽ വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊന്ന് വന്നാൽ f is equal to f1 y1 into f2 y2 into എക്സെട്ര fn yn. കൺസ്റ്റന്റ് ഇങ്ങനെയാണ് വന്നത്. അത് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ അഡീഷൻ ആണെങ്കിലും അത് നമുക്ക് അങ്ങനെ ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പോയി സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പ്ലസ് ആണ്, ഈ a1 y1 into a2 y2 എക്സെട്ര into an yn അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതേപോലെയാണ് പ്രൊസീജിയർ ഫോളോ ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ കണ്ടിന്യൂസ് കേസിന്റെ മുകളിൽ ഈ ഇത് കൊടുത്തിട്ടിരിക്കുന്നത് പ്ലസ്. അപ്പം ക്വസ്റ്റ്യനിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആള്, ഒപ്റ്റിമൈസ് എന്നുള്ള സാധനത്തിന് ശേഷം വരുന്ന എഫ് എന്നുള്ള സാധനം, അതിന് എഫ് എന്നുള്ള സാധനം f1 y1 പ്ലസ് f1 y2 പ്ലസ് എക്സെട്ര fn yn എന്ന് വരാം. അല്ലെങ്കിൽ f1 y1 into f2 y2 into f3 y3 അങ്ങനെ വരാം, മൾട്ടിപ്ലൈ ചെയ്യുന്നത് വരാം. കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള സാധനം സച്ച് ദാറ്റ് a1 y1 പ്ലസ് a2 y2 പ്ലസ് എക്സെട്ര an yn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു b എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരാം. a1 y1 into a2 y2. അത് പ്രോബ്ലത്തില് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാലും, അതായത് പ്ലസ് ആയിട്ട് വന്നാലും ക്വസ്റ്റ്യൻ പ്ലസ് ആയിട്ട് വന്നാലും മൾട്ടിപ്ലിക്കേഷൻ രണ്ട് വന്നാലും നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. കണ്ടിന്യൂസ് കേസ് എന്നൊരു സാധനം. കണ്ടിന്യൂസ് കേസിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ റിയൽ നമ്പേഴ്സിൽ ഏതും വരാം, കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ ഡിസ്ക്രീറ്റ് കേസ് വരും. ഡിസ്ക്രീറ്റ് കേസ് എന്നാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ് വരിക എന്നുള്ള സാധനമാണ് കാണിക്കുക. അപ്പൊ ആ നമ്പറിന് പുറത്തേക്കുള്ള നമ്പർ എടുക്കാൻ പറ്റൂല എന്നുള്ളൊരു കൺസ്ട്രെയിൻ നമുക്ക് അവിടെ വരും. കണ്ടിന്യൂസ് കേസിൽ അങ്ങനെ കൺസ്ട്രെയിൻ ഉണ്ട്, നമുക്ക് ഏത് നമ്പറും എടുക്കാം, നമുക്ക് വാല്യൂസ് ഏതും വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും. മറ്റു കണ്ടിന്യൂസ് അല്ല, അപ്പോൾ ഒന്നെടുത്ത് പിന്നെ രണ്ടെടുക്കാനേ പറ്റും, അതിന്റെ ഇടയിലുള്ള ആൾക്കാരെ നമുക്ക് എടുക്കാൻ പറ്റൂല എന്നുള്ള റെസ്ട്രിക്ഷൻ വരും. അതാണ് ഡിസ്ക്രീറ്റ് കേസ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രോബ്ലംസ് വരാൻ പോകുന്നത്. കണ്ടിന്യൂസ് കേസിലെ പ്രോബ്ലംസ് പറഞ്ഞാൽ നമ്മൾ എടുക്കാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏത് വാല്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും റിയൽ നമ്പേഴ്സിൽ, ഒരു കോംപ്ലക്സ് നമ്പർ ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ. അപ്പൊ ഇതിൽ ഫസ്റ്റത്തെ പ്രോബ്ലം നോക്കുക. യൂസിങ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഫൈൻഡ് 3 non-negative real numbers such that sum of the squares of this is minimum with restriction their sum is not less than 45. But first question ആണ്. Second question, minimum of the sum of the squares whose product is 27. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യന് എന്താ പറഞ്ഞത്, 3 നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഡെസിഷൻ വേരിയബിൾ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം y1 y2 let y1 y2 y3 let y1 y2 y3 be 3 നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് എന്ന് എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദിസ് ഇസ് മിനിമം. നമുക്ക് ഒപ്റ്റിമൈസ്, നമുക്ക് എന്താണ് ഇവിടെ മിനിമൈസ് ആണ് ചെയ്യേണ്ടത്. y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ മിനിമൈസ് ചെയ്യണം വിത്ത് റെസ്ട്രിക്ഷൻ. കൺസ്ട്രെയിൻ എന്നാണ് their sum is not less than 45. അവരുടെ സം, അതായത് y1 പ്ലസ് y2 പ്ലസ് y3 എന്നുള്ള ആളെ സം ലെസ് ദാൻ or equal to 45 ആണ്. പിന്നെ y1 എന്താണ്
കളെല്ലാം ഗ്രേറ്റർ ഈക്വൽ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ദേ ആർ 3 നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈസ് ഗ്രേറ്റർ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മളെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ പ്രോബ്ലം ഇങ്ങനെ ആക്കി മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ ഈ പ്രോബ്ലത്തിൽ ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ ഇത് നമ്മളുടെ ജനറൽ പ്രോബ്ലം ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുന്ന ജനറൽ പ്രോബ്ലം ആയിട്ട് കോയിൻസൈഡ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് രണ്ടും സിമിലർ ആണെന്ന് നോക്കുക. അപ്പം അവിടെ എന്താ പറഞ്ഞത്, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒപ്റ്റിമൈസ് എഫ് ഇസ് ഈക്വൽ ടു F1y1 പ്ലസ് F2y2 പ്ലസ് എക്സെട്ര Fn ആണ്. ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ y0, എഫ് എന്നുള്ള സാധനം y0 ആണ്, y1 സ്ക്വയർ. അപ്പം F1 എന്നുള്ള സാധനം എന്താണ്, F1y1 is y1 സ്ക്വയർ, F2y2 will be y2 സ്ക്വയർ, F3y3 will be y3 സ്ക്വയർ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ y1 ടേംസ് മാത്രമേ അവിടെ ഉള്ളൂ, y2 ടേംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സാറ്റിസ്ഫൈഡ്. ഇനി അടുത്തത് എന്താണ്, നെക്സ്റ്റ് കൺസ്ട്രെയിന്റ് പറഞ്ഞ സച്ച് ദാറ്റ് a1y1 പ്ലസ് a2y2 പ്ലസ് എക്സെട്ര an ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു b ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കുക, ഇവിടെ y1ന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1 ആണ്. ആൻഡ് ദീസ് ai-കളും ഈ b എന്ന കോൺസ്റ്റന്റും എല്ലാം 0-നേക്കാളും വലുതാണ്. സ്ട്രിക്ട്ലി കേട്ടത് 0 ആണ്. അപ്പൊ ഇവിടെ y1ന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1. y2ന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1. y3ന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1. അപ്പോൾ ഈ ai-കൾ എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. 45 എന്താണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ അതും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ എന്താണ്, yi ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇവിടെ yi നമ്മൾ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് ആണ് എടുത്തത്, yi ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ജനറലി തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ എല്ലാ കാര്യങ്ങളും ഈ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദ പ്രോബ്ലം ഈസ് ഇൻ അപ്രോപ്രിയേറ്റ് ഫോർമാറ്റ് എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് അപ്രോപ്രിയേറ്റ് ഫോർമാറ്റിലാണ് എല്ലാ കാര്യങ്ങളും, റെസ്ട്രിക്ഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഇത് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. സ്റ്റേറ്റ് വേരിയബിൾ ബി x3 എന്ന് പറഞ്ഞാൽ y1 പ്ലസ് y2 പ്ലസ് y3. അതിവിടെ നമുക്ക് എന്താ കിട്ടിയത്, ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 45 എന്നുള്ള സാധനമാണ് കിട്ടിയത്. അപ്പം സം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 45 ആണ്. y1 പ്ലസ് y2 പ്ലസ് y3 സം ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 45. x2 നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യുക, x2 ഈക്വൽ ടു y1 പ്ലസ് y2. ഇവിടെ 2 ആണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വേരിയബിൾ ഉണ്ടോ അത്ര ആഡ്. അപ്പോൾ y1 പ്ലസ് y2. പക്ഷേ ഈ y1 പ്ലസ് y2 എന്നുള്ള സാധനം ഇതാണ് y1 പ്ലസ് y2. അപ്പൊ ഇതാണ് x2. അപ്പം x2 എങ്ങനെ എഴുതാം, x3 മൈനസ് ഈ y3 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ x3 മൈനസ് y3 എന്ന് എഴുതാം. സിമിലർലി x1 ഈക്വൽ ടു y1. അപ്പൊ x1 ഈക്വൽ ടു ഇതാണ് y1, x1 ആണ് ഇത്. അപ്പൊ y2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്താവും, x1 ഈക്വൽ ടു y1 വിച്ച് ഇസ് ഈക്വൽ ടു x2 മൈനസ് y2 എന്ന് കിട്ടി. സോ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് തന്നെ നമ്മൾ ആ പ്രോബ്ലത്തിനെ ഇങ്ങനെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതുന്നു. എന്നിട്ട് അതിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് വി ഡിഫൈൻ ദ സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്യുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി അടുത്ത് നമ്മൾ ഇതിനെ മിനിമൈസ് ചെയ്യാനാണ് പോകുന്നത്. മിനിമൈസ് ചെയ്യൽ എങ്ങനെയാണ്, മിനിമൈസ് ചെയ്യുക ഓരോന്നായിട്ട് മിനിമൈസ് ചെയ്യുക. ഫസ്റ്റ് തന്നെ f1 of x1 is equal to minimize for y1 f1y1 മിനിമൈസ് ചെയ്യുക. f1y1 എന്താണ്, ഇവിടെ f1y1 ആണ് y1 സ്ക്വയർ, f2y2 ആണ് y2 സ്ക്വയർ, f3y3 ഇതാണ് f1y1 ആണിത്, ഇത് f2y2 ആണ്, ഇത് f3y3 ആണ്. ഇതാണ് f1y1. f2y2 എന്നാൽ y2 സ്ക്വയർ, f3y3 ആണ് y3 സ്ക്വയർ. സോ f1 of x1 എന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ മിനിമൈസ് f1 of y1 മിനിമൈസ് ചെയ്യുക. f1 of y1 മിനിമൈസ് ചെയ്യുക എന്നാൽ നമ്മൾ എന്താണ്, ജസ്റ്റ് y1 സ്ക്വയർ അതിൽ മിനിമൈസ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ നെറ്റ്വർക്ക് വർക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റിൽ എന്താണോ വാല്യൂ അത് അങ്ങനെ എടുത്തു. അതിന് ശേഷമുള്ള വാല്യൂസിലാണ് നമ്മൾ റെസ്ട്രിക്ഷൻ വരുത്തുന്നത്. ഇപ്പം ഐയിലേക്കുള്ള മാപ്പിംഗ് എടുത്ത് നമ്മൾ ചെയ്തു, ജിയിൽ നിന്ന് എച്ച് നിന്ന് മാപ്പ് ചെയ്തു. അപ്പൊ ജിയിൽ നിന്നും എച്ച് നിന്നും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ജിന്ന്, ജിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 5 ഇനി, എച്ച് എന്നുള്ള ഡിസ്റ്റൻസ് 7. അപ്പൊ നമ്മൾ ജി എന്നുള്ള ഡിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി എന്നല്ല പറഞ്ഞത്, ജിയും എച്ചും രണ്ടും നമ്മൾ എടുത്തു. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ ഒന്നും കൊടുക്കില്ല. ആദ്യത്തെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുന്നു, y1 സ്ക്വയർ മിനിമം ഓഫ് f1y1 എന്നുള്ള സാധനം y1 സ്ക്വയർ എന്ന് തന്നെ എടുത്തു, ഒന്നും മാറ്റൊന്നും വരുത്തിയിട്ടില്ല. ഈ y1 നമുക്ക് എങ്ങനെ എഴുതാം, x2 മൈനസ് y2 സ്ക്വയർ എഴുതാം. അപ്പോൾ വിച്ച് വിൽ ബി ഈക്വൽ ടു x2 മൈനസ് y2 സ്ക്വയറിലേക്ക് മാറ്റിയത്. ഇനി f2 of x2 എന്താണ്, f1 of x1 എന്നാണ് മിനിമം ഓഫ് y1, f2 of x2 എന്ന മിനിമം ഓഫ് f1 of x1 പ്ലസ് f2y2. അപ്പം നമ്മൾ എന്താ ചെയ്തത്, മറ്റേ ഇതിൽ ഗ്രാഫായിട്ട് വരച്ചപ്പോൾ നമ്മൾ ഐയിലേക്ക് എത്തുമ്പോൾ ആദ്യം ജിന്റെയും എച്ചിന്റെയും കേസ് പറഞ്ഞു,
പിന്നെ അവിടുന്ന് DEFലേക്ക് പോയി. ഓക്കെ അല്ലേ? അപ്പൊ GHന്റെ കേസാണ് F1 F2 എന്ന് പറഞ്ഞാൽ DEF എന്ന് ഇവിടേക്ക് എത്താവുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണോ അത് കാൽക്കുലേറ്റ് ചെയ്താൽ ചെയ്തത്. അപ്പൊ ഇവിടുന്ന് എന്ത് വരും? F1 വരണം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് നോക്കി, പിന്നെ Dന്ന് Gയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കി, Gന്ന് Iയിലേക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് ഡിസ്റ്റൻസ് നമ്മൾ നോക്കി. അതാണ് ഇവിടെ ചെയ്യുന്നത്. F1 plus F2 രണ്ടും എടുക്കുന്നു. സോ ആ പ്രോബ്ലം തന്നെ ഞാൻ ഇങ്ങനെ മാറ്റി എഴുതിയതാണ്. പേജ് നമ്പർ 65 പ്രോബ്ലം 1A. Minimum of y0 is equal to y1 square plus y2 square plus y3 square such that y1 plus y2 plus y3 greater than or equal to 44. Yi's are non-negative integers. So then the state variables are x3 is equal to y1 plus y2 plus y3. അതെന്താണ്? greater than or equal to 45 ആണ്. x2 is equal to y1 plus y2. അത് നമുക്ക് x3 minus y3 എഴുതാം. എന്താണ് x3 എന്ന സാധനം എന്താണ്? y1 plus y2 plus y3 ആണ്. അപ്പൊ x3 എനിക്ക് എങ്ങനെ എഴുതാം? x2 plus y3 എഴുതാം. ഈ y3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ x2 is equal to x3 minus y3 എന്നാവും. സിമിലർലി x1 equal to y1 ആണ്. അത് നമുക്ക് x2 minus y2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ എക്സ്പ്ലിസിറ്റ് നെറ്റ്വർക്ക് തന്നങ്ങാണ്ട് സീക്വൻസിങ് പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്ത് സീക്വൻസിങ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ കേസ് y1 എടുത്തു, അങ്ങനെ വെച്ചു. പിന്നെ രണ്ടാമത്തെ കേസ് y1 y2 എടുത്ത് ആ മിനിമം എന്താന്ന് നോക്കി. പിന്നെ y1 y2 y3 എടുത്ത് മിനിമം. അങ്ങനെ നമ്മൾ ചെയ്തത്. അതാണ് ഇവിടെയും ചെയ്യുന്നത്. എന്താ വെച്ചാല് അതിന് I എന്ന പോയിന്റ് എടുത്തു. I എന്ന പോയിന്റ് തൊട്ടുപ്പുറത്തുള്ള പോയിന്റ് GH എന്ന് Iലേക്ക് വരുന്നത് രണ്ട് വാല്യൂസ് നമ്മൾ എടുത്തു. അതിൽ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ എടുത്തില്ല. അത് കഴിഞ്ഞ് DEF നിന്ന് GHലേക്ക് എത്തുന്നതിന്റെ GHലൂടെ Iലേക്ക് എത്തുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് Gന്റെ ഏതാന്ന് നോക്കി, Dന്റെ ഏതാന്ന് നോക്കി, Eന്റെ ഏതാന്ന് നോക്കി, Fന്റെ ഏതാന്ന് നോക്കി. സിമിലർലി അങ്ങനെ തന്നെയാണ് അവിടെ ചെയ്യുന്നത്. നമ്മൾ 3 പോയിന്റ് ഉണ്ട്. അപ്പൊ 3 പോയിന്റ് ഉണ്ടായിരുന്നു, 3 മിനിമം എടുക്കുക. ഫസ്റ്റ് പോയിന്റ് F1 അപ്പൊ മിനിമം ഓഫ് F1 y1ന്റെ മിനിമം എടുക്കുക. അപ്പം ഈ ക്വസ്റ്റിന് ചോദിച്ച മിനിമം ഓഫ് ഇതിന്റെ മിനിമം ആണ്. അപ്പം എന്താ ഫസ്റ്റ് തന്നെ y1 എന്നതിന്റെ മിനിമം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. അതിൽ മാറ്റൊന്നും വരുത്തില്ല. കാരണം GH Iലേക്ക് പോകുന്ന പോയിന്റ് രണ്ടും എടുത്തല്ലോ. പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ പിന്നെ അടുത്തതിൽ നമ്മൾ y1 plus y2 എടുക്കുക. അതിന്റെ മിനിമം കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് y1 plus y2 plus y3യുടെ മിനിമത്തിലേക്ക് എത്താൻ കഴിയുന്നു. അപ്പൊ സീക്വൻഷ്യലി നമ്മൾ ഒരു കാര്യം ഫിക്സ് ചെയ്ത് സീക്വൻസ്, അതാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് പറഞ്ഞത്. നമ്മൾ ഇനീഷ്യൽ സാധനം ഫിക്സ് ചെയ്യുന്നു, പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ആളെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് അത് ഫിക്സ് ചെയ്യുന്നു, അടുത്ത ആളെ കണ്ടുപിടിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് സബ് പ്രോബ്ലം എടുക്കുക. ഫസ്റ്റ് സബ് പ്രോബ്ലം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. F1 of x1 is equal to minimum of y F1 y1 which will be equal to F1 y1 എന്താണ്? ഇതാണ് F1 y1. അപ്പം ഇതാണ് F1 of y1. ഇത് F2 of y2 ആണ്. സ്മോൾ f2 of y2 ആണത്. സ്മോൾ f3 of y3 ആണ് ഇത്. ഇപ്പൊ ക്യാപിറ്റൽ F1 of x1 എന്ന് പറയുമ്പം ഈ F1 y1ന്റെ മിനിമം എടുക്കുകയാണ്. മിനിമം ഓഫ് F1 സ്മോൾ F1 y1. ക്യാപിറ്റൽ F2 of x2 എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് മിനിമം ഓഫ് F1 y1 പ്ലസ് F2 y2 എടുക്കുന്നത്. ക്യാപിറ്റൽ F3 of x3 എടുക്കുമ്പോൾ നമ്മൾ മിനിമം ഓഫ് F1 y1 പ്ലസ് F2 y2 പ്ലസ് F3 y3 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതെന്താണ്? മിനിമം ഓഫ് F1 y1 പ്ലസ് F2 y2 പ്ലസ് F2 y3 എന്താണ്? മിനിമം ഓഫ് y0 ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ആണെങ്കിൽ മാക്സിമം ഓഫ് F1 y1 എടുക്കും, മാക്സിമം ഓഫ് F1 y2 F1 പ്ലസ് y2. ക്വസ്റ്റ്യനിൽ മിനിമം ആണ് കണ്ടുപിടിക്കാവുന്നത്, അതുകൊണ്ട് നമ്മൾ മിനിമം ഓഫ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ മാക്സിമം ആണെങ്കിൽ മാക്സിമം ഓഫ് ആണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ F1 of x1ന്റെ കാര്യം നമ്മൾ ഫിക്സ് ചെയ്യും. അതെന്താണ്? y1 സ്ക്വയർ എന്നുള്ള സാധനം y1 സ്ക്വയറിന് ചെയ്തു. അതിനെ നമ്മൾ എന്നിട്ട് x2 y2ന്റെ ഫോമിലേക്ക് മാറ്റി ചെയ്തു. അപ്പൊ x2 y2 നമ്മൾ എങ്ങനെ ചെയ്തത്? x1 can be written as x2 minus y2. y1 സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യും? x2 minus y2 ഹോൾ സ്ക്വയർ ചെയ്തു. ഓക്കെ അല്ലേ? നമ്മൾ ഫസ്റ്റ് സബ് പ്രോബ്ലം ചെയ്തു. സെക്കൻഡ് സബ് പ്രോബ്ലത്തിൽ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡ് സബ് പ്രോബ്ലം നമ്മൾ ക്യാപിറ്റൽ F2 of x2 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ക്യാപിറ്റൽ ഓഫ് F2 of x2 will be equal to minimum of y1 comma y2 F1 of y1 plus F2 of y2. പക്ഷെ ഇതിന്റെ മിനിമം ഓഫ് F1 y1 പ്ലസ് മിനിമം ഓഫ് F2 y2 എന്ന് കൊടുക്കാം. മിനിമം ഓഫ് F1 y1 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ F1 of x1 ആണ്. F1 y1ന്റെ മിനിമം. അപ്പം F1 of x1 കൊടുക്കാം. അപ്പം വിച്ച് വിൽ ബി ഈക്വൽ ടു മിനിമം ഓഫ്
ഇപ്പൊ y1 എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെ ടേം നമ്മൾ x2 y2 ഫോമിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ജസ്റ്റ് മിനിമം ഓഫ് y2 എന്ന് മാത്രം എടുത്താൽ മതി. കാരണം എന്താണ്, y1കൾ ഉണ്ടാവില്ല. f2 y2 y1 ഇല്ല, f1 y1 y1 ഉണ്ട്. പക്ഷെ ആ y1 നമുക്ക് എങ്ങനെ ആക്കിയതാ, x2 മൈനസ് y2. അപ്പൊ y2ന്റെ ഫോമിലേക്ക് മാറ്റിയതാ. അപ്പൊ മിനിമം ഓഫ് y2 ക്യാപിറ്റൽ f1 y1 എന്താവും, ക്യാപിറ്റൽ ഓഫ് ക്യാപിറ്റൽ f1 x1 പ്ലസ് സ്മോൾ f2 ഓഫ് y2 എന്ന് എഴുതാം. അപ്പൊ മിനിമം ഓഫ് എന്തായിരിക്കും, മിനിമം y2 ഓഫ് f1 ഓഫ് x1 എന്താണ്, x2 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് f2 ഓഫ് y2 എന്താണ്, y2 ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ മിനിമം കണ്ടുപിടിക്കണം. ഫസ്റ്റ് സബ് പ്രോബ്ലം നമ്മൾ അങ്ങനെ തന്നെ എഴുതും. സെക്കൻഡ് സബ് പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് ആ മിനിമം കണ്ടുപിടിക്കുക. അപ്പൊ മിനിമം എങ്ങനെ കണ്ടുപിടിക്കുക, മിനിമം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, മിനിമം കണ്ടുപിടിക്കാൻ സപ്പോസ് ലെറ്റ് g be a ഫംഗ്ഷൻ ഇൻ വൈയിലൊരു ഫംഗ്ഷൻ ആണ് ചെയ്യുക, അതായത് g of y. അപ്പൊ g of y ന്റെ മിനിമം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, g dash of y equal to 0 ചെയ്യുന്ന പൊസിഷൻ ഏതാ കണ്ടുപിടിക്കുക, ഓർ dy by dx of g of y എന്താണ് കണ്ടുപിടിക്കുക. അത് ഈക്വൽ ടു 0 ആവണ, ഈക്വൽ ടു 0 എപ്പോഴാണോ നോക്കുക. പിന്നെന്താണ്, ആ ഒരു പോയിന്റിൽ g ഡബിൾ ഡാഷ് ഓഫ് y, ആ പോയിന്റ് ലെറ്റ് y നോട്ട് ആ പോയിന്റ് ആണെന്ന് വിചാരിക്കുക, ലെറ്റ് y നോട്ട് ബി ദാറ്റ് പോയിന്റ്, 0 ആവുന്ന പോയിന്റ് y നോട്ട് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് g ഡബിൾ ഡാഷ് ഓഫ് y കണ്ടുപിടിക്കുക. g ഡബിൾ ഡാഷ് ഓഫ് y നോട്ട് ലെസ് ദാൻ 0 ആണെങ്കിൽ then y നോട്ട് ഈസ് എ മാക്സിമം. g ഡബിൾ ഡാഷ് ഓഫ് y നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ then y നോട്ട് ഈസ് എ മിനിമം പോയിന്റ് ഓഫ് g of y. g of y യുടെ മിനിമം പോയിന്റ് ആണെന്ന്, പോയിന്റ് ഓഫ് ആ പോയിന്റിലാണ് അതിന് മിനിമം ഉള്ളത്. അപ്പം എന്താ ചെയ്യേണ്ടത്, ഒരു ഫംഗ്ഷൻ ഇപ്പൊ തന്ന ഫംഗ്ഷൻ ഇപ്പൊ ഏതാണ്, f2 of x2 എന്ന ഫംഗ്ഷൻ x2 മൈനസ് y2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ആണ്. അപ്പൊ അതിൽ x2 ന്റെ കാര്യം നോക്കണ്ട, ജസ്റ്റ് y2 ന്റെ കാര്യം മാത്രം നോക്കിയാൽ. അപ്പൊ y2 എന്നുള്ള സാധനം മിനിമം ഓഫ് y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ y2 എന്നുള്ളത് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് 0 ആവുന്ന പോയിന്റുകളൊക്കെ നോക്കുക. ആ പോയിന്റുകൾ 0 ആവുന്ന പോയിന്റുകൾ ഏത് പോയിന്റാണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലാണ് മിനിമം എടുക്കുന്നത്, ലെസ് ദാൻ 0 എടുക്കുമ്പോൾ എന്താവും, മാക്സിമം എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മിനിമം ആണ് നോക്കേണ്ടത്. അപ്പൊ ഏതാ എടുക്കേണ്ടത്, ആ പോയിന്റിൽ ഇത് ഗ്രേറ്റർ ദാൻ g ഡബിൾ ഡാഷ് ഗ്രേറ്റർ ആണ് എടുക്കുക. എന്താ വേണ്ടത്, ഫസ്റ്റ് g ഡാഷ് ഓഫ് y എടുക്കുക, ഡെറിവേറ്റീവ് എടുക്കുക, അത് 0 ആണ് പോയിന്റുകൾ നോക്കുക. ആ പോയിന്റുകളിൽ ഗ്രേറ്റർ ദാൻ 0 എന്ന പോയിന്റ് ഏതാണോ അതാണ് അതിന്റെ മിനിമം പോയിന്റ്. അപ്പൊ അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. സോ d by dy2, ഇവിടെ y2യുടെ മിനിമം ആണ്. അപ്പോൾ d by dy2 ഓഫ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റുകളൊക്കെ ആണ്. അപ്പോൾ d by dy2 ഓഫ് x2 മൈനസ് y2 ഈക്വൽ ടു 0 ആവുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 2 into x2 മൈനസ് y2 into മൈനസ് 1 വരും. എന്തുകൊണ്ട് മൈനസ് 1 വരുന്നു, കാരണം x2 മൈനസ് y2ന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ x2 മൈനസ് y2ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x2 മൈനസ് y2 സ്ക്വയർ, ആദ്യം പുറത്തുള്ള ആളെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ 2 into x2 മൈനസ് y2 വരും. പിന്നെ ഉള്ളിലുള്ള y2ന്റെ ഡെറിവേറ്റീവ് എടുക്കും. x2 ഡെറിവേറ്റീവ് 0 ആയി, y2ന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 വന്നു, പ്ലസ് y1 സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കും 2y2 എന്ന് വരും. ഇനി ഇത് ഓർഡർ റീഅറേഞ്ച് ചെയ്തിങ്ങാട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, y2ന്റെ വാല്യൂ കിട്ടും. സോ നമ്മളെടുക്കുക 2x2 മൈനസ് 2x2 വരും, മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ഉണ്ട്, ഇൻറ്റു 2 മൈനസ് 2. അപ്പം മൈനസിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ, മൈനസ് 2x2 പ്ലസ് 2y2 പ്ലസ് 2y2 ഈക്വൽ ടു 0. ഈ മൈനസ് 1 മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ, അഡിഷൻ അല്ല. സോ ദിസ് ഇംപ്ലൈസ് 4y2 മൈനസ് 2x2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇംപ്ലൈസ് y2 ഈസ് ഈക്വൽ ടു 2 കോമൺ ആണ്, പുറത്തെടുക്കുക, കട്ട് ചെയ്യുക. അപ്പൊ 2y2 എന്നുണ്ടാവും.
മൈനസ് എക്സ് ടു ഈക്വൽ ടു 0 വരും. x2 അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. x2 മൈനസ് x2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്ലസ് x2 ആവും. പിന്നെ ഇവിടെയുള്ള 2നെ ഡിവൈഡ് ചെയ്യുക. മനസ്സിലല്ലേ? അതായത് ഇവിടെ 2 കോമൺ ഫാക്ടർ ആണ്. 2 കോമൺ ഫാക്ടർ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജസ്റ്റ് 2y2 മൈനസ് x2 ഈക്വൽ ടു 0 കിട്ടും. അതിൽ x2 അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, 2നോട് ഡിവൈഡ്. അപ്പോൾ y2 ഇസ് ഈക്വൽ ടു x2 ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ y2 ഈക്വൽ ടു x2 ബൈ 2 എന്ന പൊസിഷനിൽ എന്താണ് മിനിമം കിട്ടുന്നതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ മിനിമം പോയിന്റ് ഇനി മിനിമം അല്ല, ആ പോയിന്റിൽ ഒന്നെങ്കിൽ മിനിമം ആയിരിക്കും അല്ലെങ്കിൽ മാക്സിമം ആയിരിക്കും. അത് മിനിമം ആണോ ചെക്ക് ചെയ്യാൻ ഇനി അടുത്ത് എന്താണ് ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് കൂടെ എടുക്കുക. ഡി ഡബിൾ ഡാഷ് എടുത്തിട്ട് അതിന്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തു. അപ്പം y2ന്റെ വാല്യൂ x2 ബൈ 2 എടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? d ബൈ dy2 സ്ക്വയർ ഓഫ് x2 മൈനസ് y2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. അപ്പൊ നമ്മൾ ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ വാല്യൂ എന്താന്ന് കിട്ടി? 2 ഇൻറ്റു x2 മൈനസ് ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. അപ്പൊ ഇതിന് ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുക്കാം. അപ്പം d ബൈ dy2 ഓഫ് 2 ഇൻറ്റു x2 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് y2 പ്ലസ് 2y2. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 എന്നുള്ള സാധനം കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും. മൈനസ് ഇൻറ്റു മൈനസ് 2y2. അപ്പൊ d ബൈ dy2 ഓഫ് 4y2 മൈനസ് 2x2. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4y2ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4 കിട്ടും. മൈനസ് 2x2ന്റെ ഡെറിവേറ്റീവ് 0 കിട്ടും. അപ്പം d സ്ക്വയർ ബൈ dy2 സ്ക്വയർ ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് x2 മൈനസ് y2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? 4 ആണ് കിട്ടുക. ഇറ്റ് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ഇറസ്പെക്റ്റീവ്. y2 ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്താണെങ്കിൽ ഏത് y2ന്റെ വാല്യൂ എന്താണെങ്കിലും ഇത് 4 ആ കിട്ടുക. വെയിറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ എന്താണ് പറയുക? therefore y2 is equal to x2 by 2 is a minimum point. അപ്പൊ ഈ മിനിമം പോയിന്റിൽ f2 of x2ന്റെ വാല്യൂ, അപ്പൊ ഇവിടെയാണ് മിനിമം പോയിന്റ്. x2 by 2 എന്ന പോയിന്റിലാണ് ഈ ഒരു ഫംഗ്ഷന് മിനിമം കിട്ടുക എന്നാ പറഞ്ഞത്. f2 of x2 ഈ വാല്യൂവിന്റെ മിനിമം, ഈ വാല്യൂ മിനിമം ആവുന്നത് എപ്പോഴാണ്? ഇതിലേക്ക് നമ്മൾ x2 by 2 y2ന്റെ അടുത്ത് x2 by 2 ഇട്ട് കൊടുത്താണ് മിനിമം കിട്ടുക. അപ്പൊ f2 of x2 എന്തായിരിക്കും? f2 of x2 മിനിമം ഓഫ് ഇതാണ്. ആ വാല്യൂ എന്താണ്? ആ മിനിമം കിട്ടുന്നപ്പോഴാണ് y2ന്റെ വാല്യൂ x2 by 2 ആകുമ്പോഴാണ്. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? f2 of x2 will be equal to x2 മൈനസ് y2ന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കും? x2 by 2 കൊടുക്കും. ഹോൾ സ്ക്വയർ പ്ലസ് x2 by 2 ഹോൾ സ്ക്വയർ എന്ന് വരും. This will be equal to x2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. കാൽക്കുലേറ്റ് ചെയ്യുന്ന മനസ്സിലല്ലേ? കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ x2ന്ന് x2 മൈനസ് 2 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2x2 മൈനസ് 2 2x2 മൈനസ് x2 ബൈ 2 ഹോൾ പവർ 4 ആണ്. അപ്പം ഹോൾ സ്ക്വയർ ആണ് പ്ലസ് x2 സ്ക്വയർ ബൈ 4 വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു x2 സ്ക്വയർ ബൈ 4 പ്ലസ് x2 സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു x2 സ്ക്വയർ ബൈ 2. നമ്മൾ f2 of x2 കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? നമ്മളെ മെയിൻ പോയിന്റിലേക്ക് വരികയാണ്. ദ ലാസ്റ്റ് സബ് പ്രോബ്ലം. 3 സബ് പ്രോബ്ലം ഉണ്ടാവുള്ളൂ. കാരണം x1 y1 y1 y2 y3 ആ ടേം മാത്രമേ ഉള്ളൂ. അപ്പൊ 3 ടേം ഉണ്ടായത് 3 സബ് പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ ദ ലാസ്റ്റ് സബ് പ്രോബ്ലം ഈസ് f3 of x3 which is equal to minimum of y1 y2 y3 of
f1 of y1 plus f2 of y2 plus f3 of y3. നമുക്ക് ഓൾറെഡി x2 സ്ക്വയർ ബൈ 2 x2 നമുക്ക് എന്താക്കി എഴുതാം, x3 മൈനസ് y3 ഹോൾ സ്ക്വയർ ബൈ 2 എഴുതാൻ പറ്റും. ആ ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്തപ്പോൾ അതിനെ നമ്മൾ മാറ്റി എഴുതിയിരുന്നു. x2 നമുക്ക് എങ്ങനെ എഴുതാം, x3 മൈനസ് y3 എഴുതാം. അപ്പോൾ നേരത്തെ അതേപോലത്തെ എഴുതുകയാണ്. നേരത്തെ നമ്മൾ x1 നമ്മൾ x2 മൈനസ് y2 എഴുതി. അതേപോലെ തന്നെ ഇവിടെ x2 നമുക്ക് എങ്ങനെ എഴുതാം, x3 മൈനസ് y3 എഴുതാം. ഹോൾ സ്ക്വയർ ഉണ്ടാവും, അവിടെ സ്ക്വയർ ഉണ്ടാവുകൊണ്ട് സ്ക്വയർ വരും. സോ f2 of x2 എന്താണ്, ഈ f1 y1 പ്ലസ് f2 y2 ന്റെ മിനിമാണ്. അപ്പം ആ f1 y1 പ്ലസ് f2 y2 ന്റെ മിനിമത്തിൽ നമ്മൾ എന്താക്കി, അതിൽ y1 ടേമും y2 ടേമും ഒഴിവാക്കി ജസ്റ്റ് y3 ടേം മാത്രം വെച്ച് എഴുതി. അപ്പൊ മിനിമം ഓഫ് ജസ്റ്റ് എന്താ നോക്കിയാൽ മതി, മിനിമം ഓഫ് y3 ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ചെയ്യല്. y3 ടേം ഓഫ് f2 of x2 പ്ലസ് f3 of y3. കാരണം എന്താണ്, ഇയാളാണ് എന്ത്, ഇതിന്റെ മിനിമം ആണ് f2 of x2. ആ മിനിമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ f2 of x2 അവിടെ ഉണ്ട്, പ്ലസ് f3 of y3 കൊടുത്താൽ മതി. നമ്മൾ സെക്കൻഡ് സബ് പ്രോബ്ലത്തിൽ ചെയ്ത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഓഫ്, ഇതിന്റെ മിനിമം എന്നാൽ മിനിമം ഓഫ് y3 f2 of x2 എന്താണ്, f2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ മിനിമം x2 by 2 മിനിമം ഒപ്റ്റൈൻ ചെയ്യുന്നത്. ആ മിനിമം എന്താണ്, x3 മൈനസ് y3 ഹോൾ സ്ക്വയർ ബൈ 2. അപ്പം f2 of x2 will be x3 minus y3 whole square divided by 2 plus f3 of y3 will be y3 square. അപ്പോൾ ഇതിന്റെ മിനിമം ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി സാധാ ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു y3. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, ഈക്വൽ ടു 0 എന്ന പോയിന്റ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, അത് ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുക. അങ്ങനെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് മിനിമം ആണ്. സോ നമ്മൾ d by dy3 of f3 of x3 f x3 നടക്കണ്ട, x3 minus y3 whole square divided by 2 plus y3 square. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് x3 മൈനസ് y3 by 2 ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്, സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 പുറത്തേക്ക് വരും, x3 മൈനസ് y3 വരും. ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x3 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് y3 ന്റെ ഡെറിവേറ്റീവ് ഒരു -1 വരും. അപ്പം മൈനസ് ഓഫ് 2x ഡിവൈഡ് ബൈ 2 പ്ലസ് y3 ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 ഇൻറ്റു y3 കിട്ടും. സോ ഈ 2 ഉം 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. വാല്യൂ വിൽ ബി മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് x3 പ്ലസ് y3 പ്ലസ് 2y3 ആകുമ്പോൾ 3y3 മൈനസ് x3 എന്ന് വരും. അപ്പോൾ ഇത് ഈക്വൽ ടു 0 ആകുന്ന പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ d by dy3 ഓഫ് x3 മൈനസ് y3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് y3 സ്ക്വയർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് 3y3 മൈനസ് x3 ഈക്വൽ ടു 0 ആണെന്നാണ്. ഇതിനകത്ത് എന്താണ്, y3 ഈക്വൽ ടു x3 മൈനസ് 3. y3 x3 മൈനസ് 3 ആകുമ്പോൾ എന്താവും, അതിന് മാക്സിമം മിനിമം അറ്റൻഡ് ചെയ്യും. അപ്പോൾ അത് മാക്സിമം ആണോ മിനിമം ആണോ അടുത്ത് നോക്കണം. നോക്കാൻ എന്താ ചെയ്യുക, ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് dy3 സ്ക്വയർ ഓഫ് x3 മൈനസ് y3 സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് y3 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടാണ് 3y3 മൈനസ് x3 ആണ്. അപ്പോൾ അതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ d by dy3 ഓഫ് 3y3 മൈനസ് x3. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 3y3 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3 ഇൻറ്റു y3 ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ 3 x3 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരും. അപ്പോൾ ജസ്റ്റ് 3 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0. Therefore x3 by 3 is a minimum of 3 of x3. 3 of x3 മിനിമം ചെയ്യുന്ന ചിലതാണ് മിനിമം പോയിന്റ്. y3 is equal to is a minimum point. Is a minimum point. So y3 equal to x3 by 3 ആണ് മിനിമം പോയിന്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, അത് 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് y3 പോയിന്റ് എന്നാണ് നോക്കുക.
സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇനി ഇതിൽ ഇവിടെ y3 ടേം ഉണ്ടെങ്കിൽ അവിടെ എന്തിട്ട് കൊടുക്കുക, x3 - 3 എന്ന് വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ മിനിമം ചെയ്യും. മാക്സിമം ആണെങ്കിൽ ലെസ് ദാൻ 0 ആണോ. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടു പഠിച്ച കാര്യമാണ്, ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മിനിമം അറ്റൈൻ ചെയ്യുന്നത്. സോ ആ മിനിമം വാല്യൂ അറ്റൈൻ f3 നോക്കണം. അപ്പോൾ y3 ഈ പോയിന്റിലാണ് മിനിമം കിട്ടുക, മനസ്സിലായി. അപ്പൊ എന്താണ് മിനിമം നോക്കണമല്ലോ. അപ്പൊ മിനിമം എന്താണ്, f3 മിനിമം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ f3 y3 പൊസിഷനിലൊക്കെ എന്ത് ഇട്ട് കൊടുക്കുക, നമ്മൾ x3/3 എന്ന് ഇട്ട് കൊടുക്കുക. x3 - x3/3 ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ ഇതിനില്ല കേട്ടോ, 2 സ്ക്വയർ ഇല്ല. അപ്പൊ അത് നോക്കണം. സ്ക്വയർ മുകളിലെ ന്യൂമറേറ്ററിന് മാത്രമേ ഉള്ളൂ. y3 സ്ക്വയർ, y3 അവിടെ x3/3 ഹോൾ സ്ക്വയർ എടുക്കുക. ചെയ്യുമ്പോൾ എന്ത് കിട്ടും, will be equal to 3x3 minus 3 square into 2 ഇവിടെ സ്ക്വയർ പ്ലസ് x3 മൈനസ് ഒന്നുമില്ല, 3 മുകളിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു 2ൻ്റെത് 2x3 ഉണ്ടാവും. സ്ക്വയർ എടുക്കുമ്പോൾ 4x3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 പ്ലസ് 9 into 2 പ്ലസ് x3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 9. ഈ 2ഉം 4 ക്യാൻസൽ ചെയ്ത് 2 ഉണ്ടാവും. 3x3 സ്ക്വയർ ബൈ 9 കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു x3 സ്ക്വയർ ബൈ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, f3 മിനിമം വാല്യൂ എവിടെയാന്ന് കിട്ടി. therefore f3 which is equal to minimum of f1y1 plus f2y2 plus f3y3. ആ മിനിമം, ആ വാല്യൂ എത്രയാണ്, x3 സ്ക്വയർ ബൈ 3 എന്ന് കിട്ടി. ബട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, x3 എന്നുള്ള ആള് എന്താണ്, നമ്മൾ ഡിഫൈൻ ചെയ്തത് y1 plus y2 plus y3 ആണ്, which will be greater than or equal to 45 ആണ് കിട്ടി അല്ലേ. അപ്പോൾ ഇത് മിനിമം, ഇതിന്റെ മിനിമം ആണ് അറ്റൈൻ ചെയ്യുക. അപ്പൊ ഇതിന്റെ മിനിമം അറ്റൈൻ ചെയ്യുമ്പോൾ ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എടുത്താലാണ് ഇവിടെ മിനിമം അറ്റൈൻ. അപ്പൊ x3 ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഇട്ടപ്പോഴാണ് ഇതിൽ 45 എടുക്കുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് കിട്ടുക. മനസ്സിലായോ? കാരണം x3 ഇപ്പോൾ നമ്മൾ 46 എടുക്കുകയാണെങ്കിൽ x3 സ്ക്വയർ ആ വാല്യൂ കൂടും. അപ്പോൾ ഇവിടെ ഏറ്റവും സ്മോൾ, ഇതിപ്പോ മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പം ഏറ്റവും മിനിമം വാല്യൂ ആണ് f3 കൊടുക്കുന്നത്. അപ്പൊ x3 ഏറ്റവും ചെറിയ വാല്യൂ കൊടുത്താലേ ഇത് ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 45 മുകളിൽ എടുക്കുമ്പോൾ ഈ വാല്യൂ ഇങ്ങനെ കൂടി ഉണ്ടാവും. അപ്പം therefore x3 will be equal to 45 for f3 of x3 to be at its least, ഏറ്റവും കുറവാവാൻ. therefore f3 of x3 45 ആകുമ്പോൾ f3 of x3 എന്തായിരിക്കും, f3 of x3 will be equal to 45 square divided by 3 which will be equal to 675. അപ്പൊ ഇതാണ് എന്ത്, മിനിമം ഓഫ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ. അപ്പൊ ഇതാണ് ആ മിനിമം വാല്യൂ, ഇത് കിട്ടി. ഇനി അടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ y1 y2 y3 എടുക്കണം എന്ന് ചോദിച്ചു, അതും കൂടെ. അപ്പൊ ഫസ്റ്റ് ഭാഗം കിട്ടി, എന്താണ് 675 ആണ് അറ്റ് മിനിമം വാല്യൂ. ഇനി അടുത്തത് അറ്റൈൻ ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള y1 y2 y3 നമ്പേഴ്സ് ഏത്, നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ഏതൊക്കെ എടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പൊ x3 എന്താണ് നമുക്ക് കിട്ടിയത്, x3 is equal to 45 കിട്ടി. ഓക്കെ അല്ലേ. ഇനി y3 എന്താണ്, ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു y3 മിനിമം പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, y3 is equal to x3/3 ആണ്. y3 is equal to x3/3 which will be equal to 45 divided by 3 which will be equal to 15. ഓക്കെ അല്ലേ. അപ്പം y3 എത്രയാണ്, 15 കിട്ടി. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, x2 എന്താ നമുക്കറിയാം, x2 is equal to y1 plus y2 ആണെന്നുണ്ട്, which is equal to x3 minus y3 ആണ്. അപ്പൊ x3 നമ്മളെ കയ്യിലുണ്ട്, എന്താണ് x3 45 ആണെന്നുണ്ട്. y3 എന്താണ് നമുക്ക് 50 ആണ് കിട്ടി, which will be equal to 30 കിട്ടി. അപ്പം x2 എന്താണ് 30 ആണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു
മിനിമം അറ്റൈൻ ചെയ്യാൻ വേണ്ടിങ്ങാട്ട് ഇനി അടുത്ത സെക്കൻഡ് സബ് പ്രോബ്ലത്തിലേക്ക് പോകുക. സെക്കൻഡ് സബ് പ്രോബ്ലം നമ്മൾ y2 is equal to x2/2 എടുക്കുമ്പോഴാണ് മിനിമം കിട്ടിയത്, മനസ്സിലായി. അവിടെ നമുക്ക് y2 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ x2 കിട്ടി. y2 അവിടെ നമുക്ക് എന്താ പറയാം, y2 is equal to x2/2 ആണ് കിട്ടും. ഇത് എവിടുന്നാ കിട്ടുന്നത്? ഈ കാര്യം നമ്മൾ കിട്ടുന്നത്, ഇത് നമ്മൾ കിട്ടുന്നത് ലാസ്റ്റ് സബ് പ്രോബ്ലത്തിൽ നമ്മൾ മിനിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് ഈ കിട്ടിയത്. ലാസ്റ്റ് സബ് പ്രോബ്ലത്തിൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? സെക്കൻഡ് സബ് പ്രോബ്ലത്തിൽ ആ മിനിമം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കറസ്പോണ്ടിങ് മിനിമം കാൽക്കുലേറ്റ് ചെയ്യാൻ y2 എന്തായിരിക്കും, x2/2 ആയിരിക്കണം എന്ന് കിട്ടി. അവിടെ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പം x2 എന്താണ്, 30 ആണ്. അപ്പൊ 30 divided by 2 which will be equal to 50. y2 കിട്ടി. ഇനി അടുത്തത് എന്താണ്, y1 എന്താ കാൽക്കുലേറ്റ് ചെയ്യണം. y1 equal to എന്താണ്, x1 ആണ്. which will be equal to നമ്മൾ നേരത്തെ നമ്മൾ എന്താണ് ഇതിന്റെ സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ x3 - y3 ആണ് x2 എന്താണ്, y2 - x2 ആണ്. സോറി, x2 - y2 ആണ്. x2 - y2. x2 എന്താണ് 30, y2 എന്താണ് 15. അപ്പോൾ 30 - 15 is equal to 50. Therefore ലാസ്റ്റ് ഉത്തരമായിട്ട് ഏതാ, മിനിമം ഓഫ് y0 is equal to, minimum of y0 is equal to 675 is attained when y1 equal to y2 equal to y3 is equal to 15. മിനിമം വാല്യൂ y0 നിന്ന് അറ്റൈൻ ചെയ്യും നമുക്ക് എപ്പം, when y1 equal to y2 equal to y3 equal to 15. ഇതാണ് നമ്മളെ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിങ്ങോട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇനി അതിൽ എ പാർട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തത്. ഇനി ബി പാർട്ടും കൂടി നമ്മൾ ചെയ്താൽ അത് ഏകദേശം ഇങ്ങനെ മനസ്സിലാവും. ബി പാർട്ടിൽ നമ്മൾ എ പാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, കൺസ്ട്രെയിനിൻ്റെത് +++ ആയിരുന്നു, പിന്നെ സ്റ്റേറ്റ് വേരിയബിളിന് +++ ആയിരുന്നു. ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ +++ഉം മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പം അതിലെ ബി ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ മിനിമം ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദീസ് നമ്പേഴ്സ് ഹൂസ് പ്രൊഡക്റ്റ് ഈസ് 27. അപ്പൊ ഈ ദീസ് നമ്പേഴ്സ് ആണ്, അപ്പൊ ഈ നമ്പേഴ്സ് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്, അവരുടെ പ്രൊഡക്റ്റ് 27 ആണ്. അങ്ങനെയെങ്കിൽ സം ഓഫ് ദ സ്ക്വയേഴ്സ് മിനിമം ആണ്. അതായത് ഇവിടെ എന്താ കണ്ടത്, മിനിമം ഓഫ് y0 ഈസ് ഈക്വൽ ടു ഈ മൂന്ന് നമ്പേഴ്സിന്റെ സം ഓഫ് സ്ക്വയേഴ്സ് y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് y3 സ്ക്വയർ. പക്ഷെ നമ്മൾ അവിടെ കൊടുത്ത കൺസ്ട്രെയിന്റ് ആണ് എന്താണ്, സച്ച് ദാറ്റ് y1 പ്രൊഡക്റ്റ് y1 y2 y3 ഈസ് ഈക്വൽ, സം പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 27 ആണ്. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ ഈ y1 y2 y3 എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. yi ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഫസ്റ്റ് ചോദ്യം തന്നെ, അപ്പൊ ഇങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കണം. സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കണം എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് y1 y2 y3 ആണ് നോക്കണം. അതായത് y1 y1 സ്ക്വയർ മാത്രമേ ഉള്ളൂ, f1 y1 എന്നുള്ള സ്ഥാനത്തിലാണത്. y2 സ്ക്വയർ എന്നാണ് f2 y2 ആണ്. അപ്പം ഇത് ഈ ഫോമിലാണോ നോക്കിയാൽ മതി, f1 y1 സ്ക്വയർ f1 y1 പ്ലസ് f2 y2. ഇവിടെ പ്ലസ് ആയതാണ് f3 y3 ആണ്. ചിലപ്പോൾ ചിലത് പ്രൊഡക്റ്റ് ചോദിക്കും, മൾട്ടിപ്ലിക്കേഷൻ y1 സ്ക്വയർ ഇൻറ്റു y2 സ്ക്വയർ ഇൻറ്റു y3 സ്ക്വയർ അങ്ങനെ ചോദിക്കാം. അപ്പോൾ f1 y1 പ്ലസ് f2 y2 പ്ലസ് f2 y3 എന്ന ഫോമിലാണുള്ളത്. പിന്നെ ഇതെന്താണ് ഫോം ഉള്ളത്, a1 y1 ഇൻറ്റു a2 y2 ഇൻറ്റു a3 y3 ഫോമിലാണ്. ഈ a1 എന്താണ് 1 ആണ്, a2 എന്താണ് 1 ആണ്, a3 1 ആണ്, ഇസ് ഈക്വൽ ടു 27. അപ്പോൾ ബി ആണിത്. അപ്പോൾ ഈ വാല്യൂസ് എന്താണ്, ഒക്കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. y-യും ഗ്രേറ്റർ ദാൻ 0, നോൺ നെഗറ്റീവ് ഇൻഡിജർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. സോ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യുക, എന്നിട്ട് കാൽക്കുലേഷനിൽ ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. സോ state variables are x3 is equal to y1 into y2 into y3 which is equal to എന്താണ് 27 ആണ്. x2 is equal to y1 into y2 which will be equal to ഈ y3 എങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ x3 by y3 ആണ് എന്ത്, y2.
3/y3. എങ്ങനെ കിട്ടിയത്? x3 എന്ന് പറഞ്ഞാൽ എന്താണ്? y1 into y2 into y3. y1 into y2 എന്താണ്? x2 ആണ്. അപ്പൊ x3 is equal to x2 into y3 എന്ന് എഴുതാം. ഈ y3 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x3/y3 is equal to x2 എന്ന് കിട്ടും. ഇനി അടുത്തത് x1. x1 will be equal to y1. That can be written similarly x2/y2. ഈ y2 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. x2/y2 ആണ് y1. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 ആണ്. അപ്പൊ x1 equal to y1 which will be equal to x2/y2. ഇനി അടുത്ത എന്താ ചെയ്യുക? The first sub problem. സെയിം രീതി തന്നെയാണ്. ഫസ്റ്റ് സബ് പ്രോബ്ലം എന്താണെന്ന് നോക്കുക, ചെയ്യുക. ഫസ്റ്റ് സബ് പ്രോബ്ലം ഈസ് ഫസ്റ്റ് സബ് പ്രോബ്ലം എന്താണ്? f1 of x1 which will be equal to minimum of y1. നേരത്തെ ചെയ്തതുപോലെ minimum of y1 of small f1 y1. സ്മോൾ f1 y1 എന്താണ്? y1 സ്ക്വയർ ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതി വെക്കുക. y1 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? പക്ഷേ x2/y2 ഫോമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. x2/y2 whole square. x2 square by y2 square എഴുതാം. ഇനി അടുത്ത സെക്കൻഡ് സബ് പ്രോബ്ലം. സെക്കൻഡ് സബ് പ്രോബ്ലം എന്താണ്? f2 of x2 കാൽക്കുലേറ്റ് ചെയ്യണം. f2 of x2 which will be equal to minimum of y2 of capital f1 of x1 plus small f2 of y2. അപ്പോൾ minimum of y2 of f1 of x1 എന്താണ്? x2 square minus y2 square plus f2 y2 will be equal to y2 square. അപ്പോൾ ഇതിനെ മിനിമം കാൽക്കുലേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു y2. അപ്പോൾ എന്താ ചെയ്യുക? ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം d/dy2 of x2 square by y2 square plus y2 square എടുക്കുക. സോ അത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x2 എന്നുള്ള സാധനത്തിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ x2 സ്ക്വയർ അവിടെ വെക്കുക. y2 1/y2 സ്ക്വയറിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? -2 into y2 ക്യൂബ് എന്ന് വരും പ്ലസ് y2 സ്ക്വയർ ഡെറിവേറ്റീവ് 2y2 എന്ന് വരും which will be equal to 2y2 minus 2x2 square divided by y2 ക്യൂബ് എന്ന് കിട്ടും. അപ്പം ഈ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്. അപ്പോൾ x2/y2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 0 ഇംപ്ലൈസ് 2y2 മൈനസ് 2x2 സ്ക്വയർ ബൈ y2 ക്യൂബ് ഈക്വൽ ടു 0 ആണ് പോയിന്റ്. വിച്ച് ഇംപ്ലൈസ് ഈ 2x അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പം എന്ത് കിട്ടും? 2x2 സ്ക്വയർ മൈനസ് y2 ക്യൂബ്. നെഗറ്റീവ് വാല്യൂ അങ്ങോട്ടേക്ക് കൊണ്ട് പോസിറ്റീവ് ആവും. ഈക്വൽ ടു 2y2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുക. വിച്ച് ഇംപ്ലൈസ് x2 സ്ക്വയർ ഈക്വൽ ടു y2 ക്യൂബിന് എങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താ? y2 പവർ 4 എന്ന് വരും. ഇത് കൊണ്ടുപോകാൻ നമ്മൾ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നത് വെച്ചാൽ y2 ഒരിക്കലും 0 ആവില്ല. y2 0 ആണെങ്കിൽ അർത്ഥം എന്താണ്? നമ്മൾ ഇവിടെ തന്ന അസംഷനിൽ ഇപ്പൊ y2 ഈക്വൽ ടു 0 ആവുക, y1 ഈക്വൽ ടു 0, y3 ഈക്വൽ ടു 0, ഏതെങ്കിലും ഒരാൾ 0 ആയാലും എന്താണ്? പ്രൊഡക്റ്റ് 0 ആയി പോകും. പക്ഷെ പ്രൊഡക്റ്റ് ഈക്വൽ ടു 27 ആണ്. അപ്പൊ ഇതിൽ ഈ ആൾക്കാരും 0 അല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇത് എന്ത് പറയാം? സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആണ് yi ഫോർ i ഈക്വൽ ടു 1 2 3. ഈ yi സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആണ് 0 എന്ന് പറയാം. കാരണം എന്താണ്? ഇഫ് ഏതെങ്കിലും ആൾ 0 ആണെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? y1 ഈക്വൽ ടു y2 ഈക്വൽ ടു y3 ഈക്വൽ ടു y1 into y2 into y3 എന്താവും? 0. ഒരാൾ 0 ആയാൽ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്തോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ y2 ക്യൂബിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. നോൺ സീറോ ടേം ആയതുകൊണ്ട് ഇതിന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. 0 ആണെങ്കിൽ നമുക്ക് 1/0 എന്നൊരു ഇഷ്യൂ വരും. പക്ഷെ അവിടെ ഇഷ്യൂ വരുന്നില്ല. സിംപ്ലൈസ് x2 സ്ക്വയർ ഇക്വൽ ടു y2 പവർ 4 ആണെന്നാൽ സ്ക്വയറും ഈ ഇവിടുത്തെ 4 കട്ട് ചെയ്ത് 2 വരും. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു y2 സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ്
y2 is equal to root of x2. Root of x2 ലാണ് ഇതിന്റെ മിനിമം പോയിന്റ്. അപ്പം therefore പോയിന്റ് ആണ് മിനിമം മാക്സിമം അറ്റൈൻ ചെയ്യുക. അപ്പൊ അത് മിനിമം പോയിന്റ് ആണെങ്കിൽ ഇതിന്റെ എന്തെടുക്കണം? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പം d square d by dy2 square second derivative of x2 by y2 whole square minus y2 square plus y2 square. ഇതിന് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ നമുക്ക് കിട്ടി? ഇതാണ് 2y2 minus 2x2 square by. അപ്പൊ അതിന്റെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുത്താൽ അപ്പൊ d by dy2 square of dy2 of 2y2 minus 2y2 minus 2x3 square divided x2 square divided by y2 cube നേടി. അപ്പൊ ഇതിന്റെ ഒരു ഡെറിവേറ്റീവ് കൂടി എടുക്കുക. ഇതിന്റെ അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2 അവിടെ തന്നെ ഉണ്ടാവും. y2 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 കിട്ടി. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് 2y2 ഡെറിവേറ്റീവ് 2 വരും. മൈനസ് 2x2 സ്ക്വയർ കോൺസ്റ്റന്റ് ടേം ആണ് പുറത്തേക്ക്. y2 ക്യൂബ് 1 by y2 ക്യൂബിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? മൈനസ് 3 ഇൻറ്റു y2 പവർ മൈനസ് 4 എന്ന് വരും. അപ്പം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്നിട്ട് മൈനസ് ഓഫ് 2x2 സ്ക്വയർ ഇൻറ്റു മൈനസ് 3 ഡിവൈഡഡ് ബൈ y2 പവർ 4 എന്ന് വരും. അപ്പൊ മൈനസും മൈനസും എന്താവും? പ്ലസ് ആവും. അപ്പൊ 2 പ്ലസ് 6x2 സ്ക്വയർ ഡിവൈഡഡ് ബൈ y2 പവർ 4 എന്ന് വരും. അപ്പൊ ഇതിൽ നോക്കുക, 2 പോസിറ്റീവ് നമ്പർ ആണ്, 6 ഒരു പോസിറ്റീവ് നമ്പർ. x2 ന്റെ വാല്യൂ y2 എന്താണ്? ആർ നോൺ നെഗറ്റീവ്. x2 എന്ന് പറഞ്ഞാൽ എന്താണ്? y1 പ്ലസ് y2 ആണ്. y1 പ്ലസ് y2 എന്താണ്? നോൺ നെഗറ്റീവ് ഇൻഡിജർ, പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് ആണ്, അതിന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ്, അതിന്റെ പവർ 4 പോസിറ്റീവ്. അതിന്റെ അർത്ഥം എന്താണ്? ദിസ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. റെസ്പെക്റ്റീവ് ഓഫ് എന്തെടുത്താലും ഇത് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. Therefore y2 is equal to root of x2 attains minimum attains is a minimum point. Attains minimum അല്ല, is the minimum point. ആ പോയിന്റ് ആണ് മിനിമം അറ്റൈൻ ചെയ്യുക. അപ്പൊ ആ മിനിമം പോയിന്റ് എന്താണ്? അറ്റൈൻ ചെയ്യുന്ന മിനിമം എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ f2 of x2 will be equal to എന്താണ് ആ വാല്യൂ? അവിടെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക? റൂട്ട് ഓഫ് x2 എന്ന് ഇട്ട് കൊടുക്കുക. അപ്പം x2 സ്ക്വയർ ഡിവൈഡ് ബൈ y2 അവിടെ റൂട്ട് ഓഫ് x2 സ്ക്വയർ എന്ന് കൊടുക്കുക, പ്ലസ് y2 സ്ക്വയറിന്റെ അവിടെ റൂട്ട് ഓഫ് x2 സ്ക്വയർ എന്ന് കൊടുക്കുക. സോ ദിസ് വിൽ ബി ഈക്വൽ ടു x2 സ്ക്വയർ ഡിവൈഡ് ബൈ x2 പ്ലസ് x2 എന്ന് കിട്ടും. അപ്പോൾ x2 സ്ക്വയർലെസ് ഒന്നും കട്ട് ചെയ്യാം. അപ്പോൾ x2 പ്ലസ് x2 കിട്ടും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2x2. will be equal to 2x2. അപ്പോൾ 2x2 എന്ന പോയിന്റിലാണ് നമ്മൾ f2 of x2 മാക്സിമം അറ്റൈൻ ചെയ്തത്. 2 ഇൻറ്റു x2 നമുക്ക് എങ്ങനെ എഴുതാം? x3 by y3 എന്ന് എഴുതാം. അപ്പോൾ ഇനി therefore the last sub problem is f3 of x3 which will be equal to minimum of y3 f2 of x2 plus small f3 y3 which will be equal to f2 of x നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. minimum of y3 2 into x3 by y3 plus y3 square. ഇതിന്റെ മിനിമം കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ d by dy3 of 2x3 by y3 plus y3 square which will be equal to ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 2x3 കോൺസ്റ്റന്റ് ആണ്, y3 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു മൈനസ് 1 ഇൻറ്റു y3 മൈനസ് 1 ബൈ y3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 2x3 ബൈ y3 സ്ക്വയർ
പ്ലസ് 2 ഇൻറ്റു y3 കിട്ടി. അപ്പോൾ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എപ്പോഴാണ് നോക്കുക. അപ്പോൾ d ബൈ dy3 ഓഫ് 2x3 by y3 minus y3 plus y3 square is equal to 0 ആവുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ തന്നത്. അപ്പോൾ 2y3 മൈനസ് 2x3 by y3 സ്ക്വയർ ഈക്വൽ ടു 0 ആവാന്ന് അർത്ഥം. അപ്പം 2 രണ്ടിൽ കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുക, കട്ട് ചെയ്ത് പോക്കുക. അപ്പോൾ y3 മൈനസ് x3 by y3 സ്ക്വയർ ഈക്വൽ ടു 0 ആണ് എപ്പോഴാണ് നോക്കുക. which implies y3 equal to x3 by y3 square. This implies ഈ y3 square അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? y3 cube is equal to x3, which implies y3 is equal to cube root of x3. cube root നമ്മൾ കാണിക്കില്ല, x raised to 1/3 ആണ്. അപ്പോൾ y3 is equal to x raised to 1/3 ആണ് ആ പോയിന്റ്. അപ്പോൾ ആ പോയിന്റിൽ ഇനി ഫസ്റ്റ് നമ്മൾ എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ 0 ആവുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കി. അപ്പോൾ ആ പോയിന്റ് ഇനി മിനിമം ആണെന്ന് നോക്കണം. എന്താ ചെയ്യുക? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക, അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നോക്കുക. അപ്പം d ബൈ dy3 സ്ക്വയർ സ്ക്വയർ ഓഫ് minus 2x3 minus y3 square plus 2y3 will be equal to d by second derivative of 2x3 by y3 plus y3 square. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2x3 ബൈ y3 സ്ക്വയർ പ്ലസ് 2y3. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കുക. ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് കൂടി എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 2x3 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. 1/y3 സ്ക്വയർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് 2 ഇൻറ്റു y3 ക്യൂബ് എന്ന് കിട്ടും. So minus 2x3 into minus 2 by y3 cube എന്ന് വരും plus 2. This will be equal to 4x3 by y3 cube plus 2. x3 എന്താണ്? y1 plus y2 plus y3 ആണ്. y1 into y2 into y3 ആണ്. which is equal to 27. പോസിറ്റീവ് നമ്പർ. y3 എന്ന് പറഞ്ഞാൽ നോൺ നെഗറ്റീവ് ജീറോ, പോസിറ്റീവ് നമ്പർ ആണ്. 4 പോസിറ്റീവ് ആണ്, 2 പോസിറ്റീവ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തായിരിക്കും? ഈ സംഭവം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. Therefore y3 is equal to x raised to 1/3 is the minimum point. പോയിന്റ് ആണ് നമ്മൾ മിനിമം അച്ചീവ് ചെയ്യണം. അപ്പോൾ മിനിമം എന്താണെന്ന് ഇനി അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ f3 of x3 അറ്റ് എവിടെയാണ്? x power 1/3. x power 1/3 എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. which will be equal to 2x3 divided by y3 യുടെ അവിടെ നമ്മൾ എന്ത് കൊടുക്കും? x raised to 1/3 കൊടുക്കുക പ്ലസ് y3 സ്ക്വയർ. y3 ന്റെ അവിടെ x raised to 1/3 സ്ക്വയർ കൊടുക്കുക. this will be equal to 2x3 3 power 1 ആണ്. ഡിവൈഡ് ബൈ x power 1/3 എന്ന് പറഞ്ഞാൽ അത് മുകളിലേക്ക് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇൻറ്റു x power മൈനസ് 1/3 എന്ന് വരും പ്ലസ് x raised to 2/3. this will be equal to 2 into x3 power 1 minus 1/3 plus x raised to 2/3 എന്ന് വരും. this will be equal to 2 into x cube power 2/3 plus x power 2/3 എന്ന് വരും. which will be equal to 3 into x3 power 2/3. ഇതാണ് f3 of x3 യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇതാണ് മിനിമം വാല്യൂ. ഓക്കെ അല്ലേ? നമ്മൾ കയ്യിൽ എന്താ ഉള്ളത്? x3 എന്നുള്ളത് എന്താണ്? y1 into y2 into but we have x is equal to y1 into y2 into y3 which is equal to 27 ആണ്. അപ്പോൾ x3 ന്റെ അവിടെ എന്ത് കൊടുക്കുക? 27 കൊടുക്കുക. Therefore f3 of x3 will be equal to
3 into 27 power 2/3 എന്ന് വരും, which will be equal to 3 into 9 എന്ന് വരും, which is equal to 27. അതാണ് എന്ത് is equal to minimum of y0. ഇതാണ് നമ്മൾ കിട്ടേണ്ട ഫസ്റ്റ് സാധനം. അപ്പോൾ എന്ത് കിട്ടി? f3 of x3 ആണ് നമ്മൾ മിനിമം അറ്റൈൻ ചെയ്യണ ഒപ്റ്റിമൽ വാല്യൂ എന്താണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അതെന്താണ് ചെയ്യേണ്ടത്? ഇനി ബാക്ക് ട്രാക്ക് ചെയ്തങ്ങാട്ട് x1 y1 y2 y3 കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിയേണ്ടത് y3 എന്താണ്? ഫ്രം ലാസ്റ്റ് സബ് പ്രോബ്ലം നമുക്ക് y3 ന്റെ വാല്യൂ കിട്ടി. ലാസ്റ്റ് സബ് പ്രോബ്ലം വി ഹാവ് y3 is equal to x3 power 1/3 ആണ് 3. x3 എന്താണ്? 27 ആണ്. അപ്പോൾ 27 power 1/3 which will be equal to 3. അപ്പോൾ y3 എന്താണ്? 3 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താണുള്ളത്? x2 എന്താണ്? x2 is equal to y1 into y2 ആണ്. വേറെ y3 ന്റെ ഫോമിൽ എഴുതുമ്പോൾ എന്താണ്? x3/y3 ആണ്. x3 എന്താണ്? 27. y3 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു 3. 27/3 equal to 9. അപ്പോൾ x2 9 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് y2 എന്താണ്? ഫ്രം സെക്കൻഡ് സബ് പ്രോബ്ലം we have y2 is equal to x raised to root of x2 ആണെന്നുണ്ട്. x2 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടി 9. അപ്പോൾ root of 9 which is equal to 3. അപ്പോൾ x2 is equal to 3 ആണ് കിട്ടി. ഇനി x1 എന്താണ്? x1 equal to y1 ആണ്, which is equal to x2 divided by y2. ഇത് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾ ഡിഫൈൻ ചെയ്തപ്പോൾ തന്നെ കിട്ടിയതാണ്. അപ്പം x2 എന്താണ്? 9 ആണ്. y2 നമുക്ക് 3 ഇവിടെ കിട്ടി, which is equal to 3. അപ്പോൾ അതിനകത്ത് y1 എന്നാണ്. therefore y1 equal to 3. therefore the optimal solution is 27 and is attained by taking y1 equal to y2 equal to y3 equal to 3. സോ ഇതാണ് കാൽക്കുലേഷൻ. കണ്ടിന്യൂസ് മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പ്രോബ്ലംസ് ചെയ്തു, എങ്ങനെയാണ് കാര്യം മനസ്സിലാക്കി. ഇനി അടുത്ത ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് കൂടി നോക്കാം.